നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു പോഷക ഘടകത്തെക്കുറിച്ചാണ്, വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റമിൻ ഡിയുടെ കുറവ്. ഇപ്പോൾ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളുമായിട്ട് രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇവർക്കൊക്കെ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോഴാണ് വൈറ്റമിൻ ഡി എത്രമാത്രം നമ്മുടെ ശരീരത്തിന് പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത്, എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ലക്ഷണങ്ങളാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കൂട്ടിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ ഏതൊക്കെ ഭക്ഷണം ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വൈറ്റമിൻ ഡി എന്താണ് എന്ന് നോക്കാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സാധാരണ ഒരു വൈറ്റമിൻ മാത്രമല്ല, ഒരു ഹോർമോണിനെ പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോഷക ഘടകമാണ്. അതായത് പലതരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ വൈറ്റമിൻ ഡിക്ക് കഴിയും. അപ്പോൾ വൈറ്റമിൻ ഡി കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് ഇവയുടെയൊക്കെ ആഗിരണം നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. അപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും അവരെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, അതുപോലെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനുമൊക്കെ വൈറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ടതാണ്. വൈറ്റമിൻ ഡി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. നമുക്ക് വൈറ്റമിൻ ഡിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, സൺഷൈൻ വൈറ്റമിൻ എന്ന്. കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ ഡിയിൽ 80% നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. 20% മറ്റു വഴികൾ, അതായത് ഫുഡിൽ നിന്നും ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സൂര്യപ്രകാശം മതിയായ അളവിൽ നമുക്ക് കിട്ടാതിരിക്കുന്നത് തന്നെയാണ്. അതായത് വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള ജോലിയാകാം, വർക്ക് ഫ്രം ഹോം, അതുപോലെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന സ്വഭാവമുള്ളവര്, ഇതൊക്കെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയാനായിട്ട് കാരണമാകും. അതുകൊണ്ട് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ പോംവഴി. അതുപോലെ അമിതവണ്ണം വൈറ്റമിൻ ഡി കുറയാനുള്ള ഒരു പ്രധാന കാരണമാണ്. കാരണം അമിതവണ്ണമുള്ളവരിൽ കൊഴുപ്പിൽ വൈറ്റമിൻ ഡി സംഭരിക്കപ്പെടുന്നതിനാൽ രക്തത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവായിരിക്കും. അതുപോലെ പ്രായം ആധിക്യം കൊണ്ട് വൈറ്റമിൻ ഡി കുറയാം. അവരുടെ ചർമ്മത്തിൽ വൈറ്റമിൻ ഡിയുടെ നിർമ്മാണ ശേഷി നഷ്ടപ്പെട്ട് അവർക്ക് പ്രായമായവരിലും വൈറ്റമിൻ ഡി കുറയാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ പല രോഗങ്ങളും, കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ, അതുപോലെ കുടൽ രോഗങ്ങളിൽ ഒക്കെ ഉള്ളവർക്ക് വൈറ്റമിൻ ഡിയുടെ ആഗിരണത്തെയൊക്കെ തടയാനും അതുപോലെ വൈറ്റമിൻ ഡി കുറയാനും സാധ്യതയുണ്ട്. അതുപോലെ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിച്ച് പുറത്തു പോകുന്നതും വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതും ഇതിന്റെ അളവ് കുറയാനുള്ള കാരണങ്ങളാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ലക്ഷണവും കാണിക്കണമെന്നില്ല. വൈറ്റമിൻ ഡി 10 താഴെയുള്ളവർക്കും ചിലരിൽ ഒരു ലക്ഷണങ്ങളും തുടക്കത്തിൽ തന്നെ കാണിക്കണമെന്നില്ല. എന്നാൽ പിന്നീട് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അവ ഏതെല്ലാമാണെന്ന് വെച്ചാൽ അമിതമായ ക്ഷീണം. നമ്മൾ ഒരു ജോലി ചെയ്തില്ലെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ശരീരം ക്ഷീണിച്ച ഒരു അവസ്ഥ, നന്നായിട്ട് ഉറങ്ങിയാൽ പോലും ഉറക്കം മതിയാകാത്ത ഒരവസ്ഥ, അങ്ങനെ ശരീരത്തിനൊക്കെ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക. അതുപോലെ വേദന, ശരീരത്തിലെ എല്ലായിടത്തും വേദന, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെയില്ല, അതായത് ശരീരത്തിലൊക്കെ വേദന അനുഭവപ്പെടുക. അതുപോലെ മസിൽസിനൊക്കെ പെയിൻ വരിക, പേശികളുടെ വേദന, സന്ധികളിലൊക്കെ ശരീരത്തിലൊക്കെ വേദന അനുഭവപ്പെടുക. പ്രത്യേകിച്ച് ഒരു കാരണം പറയാനുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് അവർ കാണിക്കുന്ന ഒരു ലക്ഷണം. പിന്നെ മുടികൊഴിച്ചിൽ, പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നുമില്ല, താരനൊന്നുമില്ല, അങ്ങനെ പല കാരണങ്ങളും ഒന്നും തന്നെ ഇല്ല, പക്ഷെ നല്ല മുടികൊഴിച്ചിലായിരിക്കും. ഇത് ഒരു ലക്ഷണമാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു വരുന്നതിന്റെ. അതുപോലെ കാലുകളിൽ ബലക്കുറവുണ്ടാകാം, ഇടയ്ക്കിടെയുള്ള അസുഖങ്ങൾ, അതായത് പ്രതിരോധശേഷി കുറഞ്ഞിട്ട്
പെട്ടെന്ന് തന്നെ ജലദോഷം, ചുമ, പനി, എപ്പോഴെപ്പോഴും ഇടയ്ക്കിടെ ഇങ്ങനെ പല അസുഖങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ ഉറക്കക്കുറവ്, ഒരു കാരണവുമില്ലെങ്കിലും ഉറക്കം വരാതിരിക്കുക, അതാണ് ചില ടെൻഷൻസ് കൂടിയിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ ഒരു കാരണവുമില്ലാതെ ഉറക്കത്തിലൊക്കെ മാറ്റം വരിക, ഉറങ്ങാൻ പറ്റാതെ വരിക, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് തന്നെയാണ്. മനസ്സിന്റെ ആരോഗ്യം വളരെ കുറഞ്ഞു പോവുക, എപ്പോഴും എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരു കഴിവില്ല എന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ട് ലോ സെൽഫ് എസ്റ്റീം ആയിട്ട് ഒക്കെ പോവുക, കോൺഫിഡൻസ് കുറയുക, എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയം എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഇതാണ്. അതുപോലെ അതായത് വിഷാദ രോഗത്തിൽ കാണിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും വൈറ്റമിൻ ഡി കുറഞ്ഞവരിൽ കാണിക്കുന്നുണ്ട്. ഇനി ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലൊടിയുക, വീഴുമ്പോൾ തന്നെ എല്ലൊടിയുക, എല്ലുകളുടെയൊക്കെ ബലക്കുറവ് വരിക, കുട്ടികളിലാണെങ്കിൽ വളർച്ചക്കുറവ് വരിക, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അസുഖങ്ങൾ, എല്ലുകൾക്കൊക്കെ മൃദുത്വം വന്നിട്ട് വീഴുമ്പോൾ തന്നെ ഒടിഞ്ഞു പോവുക, ഇതൊക്കെ വൈറ്റമിൻ ഡി ഗുരുതരാവസ്ഥയിൽ കുറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇനി പലർക്കുമുള്ളൊരു സംശയമാണ്, നമുക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്നറിയാൻ ഏത് ടെസ്റ്റാണ് നടത്തേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ നടത്തേണ്ടത് രക്തപരിശോധനയാണ് നടത്തേണ്ടത്. അതിൽ 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി എന്ന ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണമായിട്ടുള്ള അളവിൽ എത്ര അളവ് നമ്മുടെ രക്തത്തിൽ വേണം എന്നുള്ളതും പലർക്കും സംശയമുണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തിൽ 30 നാനോഗ്രാം പെർ ml മുതൽ 80 നാനോഗ്രാം പെർ ml, ഇതാണ് നോർമൽ ആയിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ അളവ്. നോർമൽ അത്ര ഉണ്ടെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ല. ഇനിയിപ്പോ 20-ൽ താഴെ ആണെങ്കിൽ അത് കുറവ് തന്നെയാണ്. 10-ൽ താഴെയുള്ളവരും 8-ഉം 4-ഉം 5-ഉം ഒക്കെ ഉള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്ന് വെച്ചാൽ മനസ്സിന്റെ ബുദ്ധിമുട്ടായിട്ടാണ് അവർ വരുന്നത്. പക്ഷെ വൈറ്റമിൻ ഡി കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെയില്ല. അപ്പോൾ വൈറ്റമിൻ ഡി അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ തന്നെയാണ്. വൈറ്റമിൻ ഡി എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. വൈറ്റമിൻ ഡി നമ്മൾ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ ആണ്. സൂര്യപ്രകാശത്തിലൂടെയാണ് നമുക്ക് 80% വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കാം എന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത്, അത് 20 മിനിറ്റ് നേരം, 15 അല്ലെങ്കിൽ മാക്സിമം 30 മിനിറ്റ് നേരം വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൈകളും കാലുകളും മുഖത്തൊക്കെ കിട്ടാൻ പാകത്തിന് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അത് ആഴ്ചയിൽ 4-5 ദിവസം ഇത് തുടരുക. അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി തന്നെ മുറ്റത്തോടൊക്കെ ഒരു 15 മിനിറ്റ് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. അതുപോലെ ചർമ്മത്തിന്റെ നിറം, പ്രായം, കാലാവസ്ഥ ഇതനുസരിച്ചിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നതിന്റെ സമയത്തിനൊക്കെ വ്യത്യാസം വരാം. നല്ല ഇരുണ്ട നിറമുള്ളവരാണെങ്കിൽ കൂടുതൽ സമയം വെയിൽ കൊള്ളണം എന്നൊക്കെയാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. രണ്ടാമത് നമുക്ക് കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞക്കരു, എഗ് യോക്കില് നന്നായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും, അതുപോലെ ചെറുമത്സ്യങ്ങൾ, അതായത് മത്തി, ചൂര, സാൽമൺ, അതുപോലത്തെ മത്സ്യങ്ങളിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഡിയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പയർവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അത് അപ്പോൾ ഭക്ഷണത്തിലും കഴിക്കുന്നുണ്ടോ, വൈറ്റമിൻ ഡി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി സൂര്യപ്രകാശം ഏറ്റിട്ടും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടും നിങ്ങളുടെ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണ് എങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റ്സും അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. സ്വയം ചികിത്സ നടത്തി, അതായത് തന്നെ ഒരു വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാതിരിക്കുക. അതൊത്തിരി ദോഷം പിന്നീട് ചെയ്യും. അതിൽ ഡോസ് കൂടിപ്പോയാലും വളരെ അപകടകരമാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വൈറ്റമിൻ ഡി കൂടുതലായാൽ ഉണ്ടാകും. അതുകൊണ്ട് കറക്റ്റ് ഡോസേജ് അറിയാനായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളിത് കഴിക്കുക. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന്, പല്ലുകളുടെ ആരോഗ്യത്തിന്,
പേശികളുടെ ബലത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കും മാനസിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി വരുന്ന പേശിവേദന അല്ലെങ്കിൽ ബലക്കുറവ് ഇതൊക്കെ നിസ്സാരമായി കാണാതെ വേണ്ടി വന്നാൽ വൈറ്റമിൻ ഡിയുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി എത്രയുണ്ട് എന്ന അളവൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ ആവശ്യത്തിന് സൂര്യപ്രകാശവും ആരോഗ്യകരമായ ഭക്ഷണവും അതുപോലെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയും വഴി വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്ക് നിസ്സാരമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ദിവസവും കുറച്ചു നേരം വെയിൽ കൊള്ളുക, കുറച്ചുകൂടെ ആരോഗ്യത്തോടെ എല്ലുകളുടെ ആരോഗ്യത്തിനായിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വിവരങ്ങളൊക്കെ ഫലപ്രദമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.